ഹലോ ഗൈസ്, അങ്ങനെ ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങി നടക്കുവാണ്. ഇന്ന് ഇച്ചിരി ചൂടും നല്ല കാറ്റും അങ്ങനെ ഇച്ചിരി നല്ല ക്ലൈമറ്റായിരുന്നു. അപ്പോൾ വിചാരിച്ചൊന്ന് നടക്കാം. സാധാരണ ഞാൻ ടാക്സിക്കാണ് പോകുന്നത്, പക്ഷെ ഇന്ന് വിചാരിച്ചൊന്ന് നടന്നു പോയി നോക്കാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഗൈസ്? അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ കാണിച്ച് പോവാം. ഓക്കെ, ഇവിടെ കാറുകളുടെ ബഹളമാണ്. എവിടെ നോക്കിയാലും കാറ് കാണാം. ഇഷ്ടംപോലെ വണ്ടികളാണ്. ഇത് ഇവിടുത്തെ ഒരു ക്ലിഫ്റ്റൺബർഗ് കെയർ ഹോമാണ്. അവിടുത്തെ വൺ ഓഫ് ദി ഫേമസ് കെയർ ഹോമാണ്. എല്ലാവരും മിക്കവരും ഇവിടെ റെസിഡൻ്റായിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ കെയർ ഹോമാണ്. ഇതിവിടെ ഒരു പ്രിൻസസ് ഹൗസ് ഉണ്ട്. ഇപ്പോൾ സ്പ്രിങ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ മരങ്ങളിലൊക്കെ പൂവിടുന്ന സമയമാണ്. അപ്പോൾ മിക്ക മരങ്ങളും ഓട്ടത്തിന് ഫുള്ളി ഫോളാകും, എല്ലാ ലീവ്സും പോകും. അത് കഴിയുമ്പോൾ ഞാനൊന്ന് ക്രോസ് ചെയ്യണം. ഓട്ടം കഴിയുമ്പോഴത്തേക്കും ഈ സ്പ്രിങ് ആകുമ്പോൾ മരങ്ങളിലൊക്കെ ചെറിയ ചെറിയ പൂവിട്ട് തുടങ്ങും. പൂവിട്ടത് പിന്നെ പൂ ഇട്ടതിന് ശേഷമാണ് അത് കായ്ക്കുന്നത്, അത് ഇല ഇടുന്നത്. കാണിച്ചു, ഇത് ഒരു റെഡ് കളറ് ഫ്ലവർ പോലത്തെ മരം കണ്ടോ? നല്ല ചുവന്ന പൂവാണ്. ഈ ചുവന്ന പൂവ് കഴിഞ്ഞാൽ എവിടെ നോക്ക്, വൈറ്റ് കളറ് പൂവുണ്ടോ? അതൊരു കുട പോലെ നിൽക്കുന്നത്. നമ്മൾ ദൂരം നോക്കിയാൽ ഒരു കുട നിൽക്കുന്നത് പോലെ ഉണ്ട്. കണ്ടോ? നല്ല രസമാണ് കാണാൻ വേണ്ടി. അപ്പോൾ ഈ പൂ ഒരു അടുത്ത മാസത്തോടുകൂടി പൂവൊക്കെ പോവും. അത് കഴിഞ്ഞ് ഇല വരും. അങ്ങനെ അവിടുത്തെ പ്രോസസ്സ്. അപ്പോൾ അവിടെ ഒരു 2 ചെടിയുണ്ട്. മരം. അവിടെ ഇതേപോലെ പൂവിട്ട് നല്ല പിങ്ക് കളർ പൂവിട്ട് 2 മരങ്ങളുണ്ട്. അത് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇവിടെ അങ്ങ് അവിടെ കണ്ട ഇതേണ്ട അവിടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ജംഗ്ഷനായി കാറുകളൊക്കെ നിരനിരയായിട്ട് പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകണം. നോക്കട്ടെ, നമുക്ക് ക്രോസ് ചെയ്യാം ഫസ്റ്റ്. കൂടെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ക്രോസ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. ലെറ്റ്സ് ഗോ. വണ്ടി വരുന്നുണ്ട്. യെസ്, നമ്മൾ ക്രോസ് ചെയ്തു ഗൈസ്. ഇനി നമുക്ക് ഇവിടുത്തെ ഇതൊക്കെ കണ്ടോ, ഇലകളൊക്കെ ഇവർ ഗാർഡൻ ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന എന്നുവെച്ചാൽ മതിലായിട്ടൊന്നുമില്ല അവർക്ക്. എന്നുവെച്ചാൽ ഇങ്ങനത്തെ ഹാഫ് മതിലേ ഉള്ളൂ. നമ്മുടെ ഹാഫേ ഉള്ളൂ മതിൽ. അതിന് അവർ ചെടികൾ, അതിൻ്റെ ഫ്രണ്ടിൽ ചെടികൾ വെച്ച് പിടിപ്പിക്കും. ഇങ്ങനെ പൊക്കം വരുന്ന രീതിയിലുള്ള ചെടികൾ വെച്ചിട്ട് അതിനെ അവർ ക്രോപ്പ് ചെയ്ത് ഒരു മതിൽ പോലെ ആക്കിയെടുക്കും. ഇവിടെ മിക്ക വീട്ടിലും അങ്ങനെ ചെയ്യുന്ന. ഇപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ ഏരിയാസ് വരുന്നിടത്തൊക്കെ അവർ നോർമൽ രീതിയിൽ പകുതി വരെ ചെയ്യാറുള്ളൂ. കുറച്ചുകൂടെ ഫുൾ റെസിഡൻഷ്യൽ ഏരിയ ആയിട്ടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ അവർ ഫുള്ള് നമ്മുടെ കഴുത്തിന് മുകളിൽ, തലയ്ക്ക് മുകളിൽ വരെയുള്ള രീതിയിൽ അവർ കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്ത് നല്ല ഷേപ്പിന് നിർത്തും. അതുകൊണ്ട് ഇവിടെ ഒരു മരം കണ്ടോ, ചെറിയൊരു മരത്തിൽ പൂട്ട് നിൽപ്പുണ്ട്. അത് വലുതായിട്ട് കാണാൻ പറ്റുന്നില്ല.
ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാം. അതായത് കണ്ട നല്ല രസമായിട്ട് നിർത്തിയിരിക്കുന്നുണ്ട. ഇങ്ങനെ പോണ വഴിയൊക്കെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ അതിൻ്റെ അടുത്തെത്തിയിട്ട് കാണാം. ആകാശമൊക്കെ കണ്ടോ ഗൈസ്? ആ റോക്കറ്റൊക്കെ പോണത് കണ്ടോ? ആ ലൈനൊക്കെ നല്ല രസമുണ്ട് ആകാശം കാണുന്നതിന്. ഒരു പച്ചയും ഒരു മഞ്ഞയും ഓറഞ്ചും നീലയൊക്കെ ആയിട്ട് നല്ല രസമായിട്ടുണ്ട്. നമ്മളാ മരത്തിൻ്റെ അടുത്തോട്ട് കാണുന്നതാണ് ആ മരം. അതിൽ കുറേയൊക്കെ പോയിന്ന് തോന്നുന്നു. അതത്ര ഇതായിട്ട് കാണുന്നില്ല. അടുത്ത് പോകുമ്പോഴേ അറിയാവും. ഓക്കെ, നമുക്ക് അതിൻ്റെ അടുത്ത് പോകാം. നോക്കാം, ഇതാണ് ആ മരം. പക്ഷെ അതിൻ്റെ ഇതൊക്കെ പൂവൊക്കെ പോയി ഇലയൊക്കെ വന്നു തുടങ്ങി. അതെത്ര ഭംഗി പോരാ. ഇത് കണ്ട നല്ല രസമല്ലേ? ഓക്കെ, കഴിഞ്ഞ വർഷം ഞാൻ ഇതേപോലെ ഇവിടെ വന്നൊരു ഫോട്ടോ എടുത്തായിരുന്നു. ഞാനതൊന്ന് എടുത്ത് നോക്കട്ടെ. നല്ല രസമാണ് അതിൻ്റെ കൂടെ കാണാൻ. നല്ല ഭംഗിയായിട്ടിരിപ്പുണ്ട്. അതിൻ്റെ അതേപോലെ അതിൻ്റെ ഫ്രണ്ടിൽ ഒരെണ്ണം കൂടെ ഉണ്ട്. ഇത് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവിടെയൊക്കെ നോക്കുന്നുണ്ട ജമന്തി പോലത്തെ, നമ്മുടെ നാട്ടിലെ ജമന്തി പോലത്തെ ചെറിയ ചെറിയ ഇതൊക്കെ ഇപ്പുണ്ട്. വേണ്ട നോക്ക്, എന്താ രസം. ഇത് കാണുമ്പോൾ ഫോണിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല ഭംഗി. പക്ഷേ നേരിട്ട് കാണാൻ നല്ല രസമാണ്. അത് ആ പൂത്ത് നിൽക്കുന്ന ആ സമയത്ത് കാണണം. എൻ്റെ അമ്മയെ പന്നപ്പൊളിയാണ് അങ്ങനെ പറയാം. ഇവിടെ ചെറുതായിട്ട് മരത്തിൽ ചെറിയ വൈറ്റ് കളറ് അത് ഇലയും കൂടെ വന്നുകൊണ്ട് അത്ര കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ നമുക്ക് ഇതുവഴി പോവാം. ഇവിടെ നിന്ന് നേരെ കയറുന്നത് വെല്ലിംഗ്ബറോ റോഡാണ്. അപ്പോൾ ഇവിടെ ഒരു ജംഗ്ഷൻ പോലെയാണ്. ഇത് ഒരു ജംഗ്ഷനാണ്. പക്ഷേ ഈ റോഡ് നമ്മൾ ലെഫ്റ്റ് എടുത്താൽ ഫുള്ള് കടകളാണ്. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കടകളാണ്. കണ്ടോ അതിൻ്റെ ഒരു വൈബ്? രാത്രിയാണ് ഇതിൻ്റെ കറക്റ്റ് വൈബ് അറിയാൻ പറ്റുന്നത്. ഫുള്ള് ലൈറ്റ്സും ഒക്കെ ആയിട്ട് ഓക്ക് റെസ്റ്റോറൻ്റ് അത്. എൻ്റെ ഇവിടെ മുടി ചെയ്യുന്നത് ഇന്ത്യൻ കടയുണ്ട്. ഇഷ്ടംപോലെ കടകളാണ്. ഫുള്ള് അപ്പുറത്തും ഇപ്പുറത്തും ഫുള്ള് കടകളാണ്. അതുകൊണ്ട് നമുക്കിതുവഴി നടക്കുമ്പോൾ ഒരു മടുപ്പ് തോന്നത്തില്ല. അങ്ങനെ നടന്നുകൊണ്ട് പോകാം. ഇവിടെ വെട്ട് ബി എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറുണ്ട്. ഇവിടെ വെഡ്ഡിങ് ഡ്രസ്സൊക്കെ എടുക്കാൻ പറ്റിയ സ്റ്റോറാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ വാങ്ങി നോക്കി പോകാറുണ്ട്. എൻ്റെ ഡ്രസ്സൊക്കെ കണ്ട എന്ത് രസമല്ലേ? നല്ല രസമുള്ള ഡ്രസ്സൊക്കെ ഇവിടെ ചെയ്തിടാറുണ്ട്. ഞാൻ കുറേ നാളായി നടന്നു വരാതെ. എനിക്കൊന്ന് വിൻ്റർ തുടങ്ങിയതിന് ശേഷം നടന്നേ വന്നിട്ടില്ല. ഇതിപ്പോൾ സമ്മർ തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞ്. എന്നിട്ട് ഇപ്പോഴാണ് ഞാൻ നടക്കുന്നത്. അവിടെ ഒരു ക്രോസിംഗ് ഉണ്ട്, ഞാനൊന്ന് ക്രോസ് ചെയ്യട്ടെ. ഓക്കെ, ക്രോസ് ചെയ്ത് ഗൈസ്. അപ്പോൾ കണ്ടോ ചെറിയ ചെറിയ ഷോപ്പുകളാണ് ഫുള്ള്. നമ്മുടെ നാട്ടിലെ സാധനങ്ങളെല്ലാം കിട്ടും ഇവിടെ. നാട്ടിലെ ഷോപ്പുണ്ട്, അല്ലാണ്ട് ഇവരുടെ തന്നെ പല രാജ്യക്കാരുടെ ഷോപ്പും ഇവിടെ ഉണ്ട്. പാകിസ്ഥാനീസിൻ്റെ ഉണ്ട്, ബംഗ്ലാദേശീസിൻ്റെ ഉണ്ട്, ശ്രീലങ്കൻ ഉണ്ട്, ടർക്കിഷ് ഉണ്ട്, ഇസ്താൻബുൾ, അങ്ങനെ കുറേ ആൾക്കാരുടെ ഇരിപ്പുണ്ട്. കേക്ക് ഷോപ്പുണ്ട്. ഇവിടെ മിനി ഓഫേഴ്സ് എന്ന് പറഞ്ഞിട്ട്
കേരള ഹട്ടുണ്ട്. അവിടെ നോക്കിയാൽ ഇസ്താൻബുളുണ്ട്, ഇസ്താൻബുൾ ഷെഫുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ കടകളാണ്. നമ്മുടെ ഇന്ത്യൻ കടയുണ്ട്, അതായത് എന്താ സീ മാർട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പലചരക്ക് വാങ്ങിക്കാൻ പറ്റിയ കട. അതോ കാണുന്ന സീ മാർട്ട്. പിന്നെ ഇത് സെയിൻസ്ബറിയുടെ ഷോപ്പാണ്. അവിടെ ഇഷ്ടംപോലെ സെയിൻസ്ബറി സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ നൂഡിൽസ് ഉണ്ട്, റിയോസ് ഉണ്ട്, പെരി പെരി, റെഡീസ്, സെക്കൻഡ് ഹാൻഡ്. അതേപോലെ തന്നെ മുടി വെട്ടുന്ന ഷോപ്പ്, അതും ഇടയ്ക്ക് മുടി വെട്ടുന്ന ഷോപ്സ് ഉണ്ട്. അതുപോലെ എസ്റ്റേറ്റ് ഏജൻസ്, വീട് റെൻറ്റിന് വരുന്ന അങ്ങനത്തെ ഷോപ്സ് ഉണ്ട്, ഏജൻസീസൊക്കെ ഉണ്ട്. കൂടുതലും റെസ്റ്റോറൻറ്റ്സാണ് ഈ ഏരിയ ഫുള്ള്. എന്നുവെച്ചാൽ ഈ റോഡെന്ന് പറയുന്നത് ഫുള്ളും റെസ്റ്റോറൻറ്റ്സിൻ്റെ ഒരു ഏരിയ. സബ്വേ, അവിടെ സബ്വേ കാണാം നമുക്ക്. അങ്ങനെ കുറേ ടാമറിൻസ് ഉണ്ട്, പെപ്പേഴ്സ് അതുണ്ട്, പെപ്പേഴ്സ് പെരി പെരി ഉണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നില്ല, എന്നെപ്പോലെ വർക്ക് ചെയ്യുന്ന ഒരു പെണ്ണ് ഇപ്പോൾ നടന്നു പോയി. അതാ ഞാൻ സ്റ്റക്കായത്. ഹെവൻലി ഡെസേർട്സ് ഉണ്ട്. കിങ്സ്റ്റൺ റിയൽ എസ്റ്റേറ്റ് ഷോപ്പ് അതുണ്ട് അവിടെ. അങ്ങനെ പിന്നെ ആ ഒരു ഏരിയ കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ഫിലിപ്സിൻ്റെ ലൈവ് സ്പോർട്സൊക്കെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് കം ബാർ പോലത്തെ സെറ്റപ്പ്. ഫിലിപ്സ് എന്നാണ് എൻ്റെ പേര്, ദി ഫിലിപ്സ്. അങ്ങനെ അതുണ്ട്. പിന്നെ ഇവിടുത്തെ എനിക്ക് പോകണമെന്നുള്ളൊരു ആഗ്രഹമുള്ള റെസ്റ്റോറൻറ്റ്സ് ഒപ്പിയം. ഇടയ്ക്ക് പോകുമ്പോൾ ഒപ്പിയമ്മോ എൻ്റെ ഇൻസൈഡ് കാണാൻ നല്ല രസമാണ്. കണ്ടോ, ഞങ്ങൾ ഇതേപോലത്തെ ഒരു റെസ്റ്റോറൻറ്റ് ഞങ്ങളുടെ വീടിന് താഴെ പൈൻ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ ഒരു വട്ടം പോയിരുന്നു. അവിടെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ടൊക്കെ. ഫുഡും അടിപൊളി, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ അവിടുത്തെ ഒരു പ്രശ്നമാണ് ഇച്ചിരി ഡിം ലൈറ്റ് ഇച്ചിരി. ഇവിടെ നല്ല ബ്രൈറ്റ് ലൈറ്റ്സൊക്കെ, അതുകൊണ്ട് ഇവിടെ ഒന്ന് പോകണമെന്നുണ്ട്. ഞങ്ങളുടെ ആനിവേഴ്സറി നെക്സ്റ്റ് മന്താണ്. അപ്പോൾ ആ സമയത്ത് ഒന്ന് പോയി നോക്കണം, അതാ പ്ലാൻ. എന്തായാലും നോക്കാം. ഇവിടെ ഫൺ ഫെയർ സമ്മറൊക്കെ ആകുമ്പോൾ ഇവിടെ ഫൺ ഫെയർ നടക്കും. അപ്പോൾ പിള്ളേരൊക്കെ ഫുള്ള് അതിൻ്റെ പുറകെ ആയിരിക്കും. എല്ലാവരും റൈഡ്സ്, അത് ഇത്, ഫുഡ്, അങ്ങനെ പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള എല്ലാ സംഭവങ്ങളും കാണും. ഇച്ചിരി പൈസ ഉണ്ട് എല്ലാത്തിലും കയറണമെങ്കിൽ പൈസ ഉണ്ട്. പക്ഷേ വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല, അത്യാവശ്യം ചീപ്പൊക്കെ. അങ്ങനെ ഇനിയിപ്പോൾ അതൊക്കെ വരാൻ സമയമായി. സമ്മർ ആകുമ്പോൾ ഫുൾ ഓണാണ് ഇവിടെ. വിൻ്ററിന് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ക്രിസ്മസ്, ന്യൂ ഇയർ അത് മാത്രമേ വിൻ്ററിന് വരുന്നുള്ളൂ. പക്ഷെ സമ്മറാകുമ്പോൾ ഫുള്ള് പാർക്കിൽ പിന്നെ ഇരിക്കാൻ സ്ഥലം കാണത്തില്ല. പാർക്ക്, ബീച്ച്, അവിടെ പാർക്കിലാണ് കൂടുതലും ഈ ഫൺ ഫെയർ വരുന്നത്. എല്ലാവരും അവിടെ തന്നെയാവും. അതൊക്കെ ഉള്ളൂ ഇവിടെ. അങ്ങനെ വലുതായിട്ട് എൻജോയ്മെൻ്റ് എന്ന് പറയാൻ ഇതൊക്കെ ഉള്ളൂ, പിള്ളേർക്കാണെങ്കിലും നമുക്കാണെങ്കിലും. പിന്നെ ഇവിടെ കോപ്പുണ്ട്, അതൊരു സൂപ്പർ മാർക്കറ്റ് പോലെ. അങ്ങനെ അപ്പോൾ അതൊക്കെയാണ് ഗൈസ്. ഇപ്പോൾ വീട്ടിൽ പോയിട്ട്
എന്താണ് അവിടെ ഉള്ളതെന്ന് നോക്കാം. കാര്യം സാധാരണ ഞാൻ നേരത്തെ എത്താറാണുള്ളത്. ടാക്സിക്ക് പോകുമ്പോൾ ഒരു 7:30 7:45 ആകുമ്പോഴത്തേക്കും അവിടെ എത്തും. ഇപ്പം തന്നെ സമയം 7:45. ഇനിയും കുറച്ചുകൊണ്ട് പോകാൻ വേണ്ടി അവിടെ എത്തും. 8 മണിയാവാൻ ചാൻസുണ്ട്. ഇതിവിടുത്തെ ചാരിറ്റി ഷോപ്പാണ്. ഇവിടെ എല്ലാവരും അവരുടെ യൂസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ്, പക്ഷേ പുതിയതുപോലെയുള്ള സാധനങ്ങൾ, അതൊക്കെ അവർ ഇവിടെ കൊണ്ടുവന്ന് സെല്ല് ചെയ്യും. പക്ഷെ എൻ്റെ അറിവിൽ അതിന് റിട്ടേൺസ് വാങ്ങിക്കാറില്ല എന്നാണ് എൻ്റെ അറിവ്. കാര്യം അവർ യൂസ് ചെയ്ത സാധനങ്ങളല്ലേ കൊടുക്കുന്നത്. അപ്പോൾ അത് അവരെ കൊണ്ട് ഒരു ചാരിറ്റി പോലെ അവരെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് പോകും. ഇവർ ആ യൂസ്ഡ് ഐറ്റംസിനെ റീസൈക്കിൾ ചെയ്ത് അല്ലെങ്കിൽ വാഷ് ചെയ്ത് നല്ലതായിട്ടുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് അവർ സെല്ല് ചെയ്യും. കുറഞ്ഞ പ്രൈസിന് സെല്ല് ചെയ്യും. അങ്ങനെ ഇവിടെ ഞങ്ങളൊക്കെ വന്ന സമയത്ത് ചാരിറ്റി ഷോപ്പിൽ തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ വന്ന സമയത്ത് പൈസയൊന്നുമില്ല കയ്യിൽ. അപ്പോൾ നമുക്ക് നമ്മുടെ കൊക്കിനൊതുങ്ങുന്നതെന്ന് പറയുന്ന ചാരിറ്റി ഷോപ്പായിരുന്നു. പിന്നെ ഇച്ചിരി ജോലിയൊക്കെ സെറ്റായി ഇച്ചിരി പൈസയൊക്കെ വന്നതിന് ശേഷം നമ്മൾ സ്വന്തമായിട്ട് ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ തുടങ്ങി. അതുവരെ മൊത്തം കഷ്ടപ്പാടാണ്. ഈ UK എന്ന് പറയുന്നത് ഫുള്ളും കഷ്ടപ്പാടും ദുരിതവും മാത്രമേ ഉള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല. ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സ് അല്ല, സൂപ്പർ മാർക്കറ്റ്സ്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇനി ഞാൻ പോകുന്ന റോഡിൽ ഞാൻ പറഞ്ഞ പാം റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇതാ പാം റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെ അകത്ത് നോക്കണം. ഓ, വൺ സെറ്റപ്പാണ്. പക്ഷെ ഒരു ഡിം ലൈറ്റാണ്. ഞാൻ പോകേണ്ട റോഡ് കയറി ഇനി ഈ റോഡ് കഴിഞ്ഞ് നെക്സ്റ്റ് റോഡാണ് എൻ്റെ വീട്. അപ്പോൾ വീടെത്തിയിട്ട് കാണാം ഗൈസ്. ഇനി ഇച്ചിരി കൂടെ നടക്കാറുണ്ട്. അപ്പോൾ എത്താറാകുമ്പോൾ ഞാൻ കാണിക്കാം. അങ്ങനെ ഏകദേശം വീടെത്താറായി. 2-3 വീടും കൂടെ കഴിഞ്ഞ വീടാണ്. തെച്ചാൻ വേണ്ടി കാണും. പോയി നോക്കാം ആരാ തുറക്കുന്നേന്ന്. അങ്ങനെ വീടെത്തി. ഷൂട്ടെ ഹലോ, ഉറങ്ങിക്കിടന്നോ? ഉറങ്ങി എണീറ്റല്ല. ഓപ്പൺ. ജിറാഫും കൊള്ളാമോ? കൊള്ളാലോ. ഫ്ലവർ, ബട്ടർഫ്ലൈ, ഗ്രാസ്, കൊള്ളാല്ലേ? ഒന്നുമില്ല. അങ്ങനെ വീടെത്തി ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഹോപ്പ് യു ഗൈസ് എൻജോയ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.